നമ്മുടെ വീട് നമ്മൾ നോക്കിയേ, പണ്ടൊരു വീടുണ്ടായിരുന്നു. ഒരു കുടില്, കട്ടിലില്ല, മെത്തയില്ല, AC ഇല്ല, ഫാനില്ല, വിളക്കും കത്തിച്ച് വെച്ചിട്ട് ചാള അടുക്കിയിടുന്ന പോലെ നിരന്ന് കിടക്കും. പാവിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും. ചിലപ്പോൾ പുതയ്ക്കാൻ പോലും പുതപ്പില്ലാതെ ഉടുത്ത മുണ്ട്, ഉടുത്ത മുണ്ടുടുത്തി ആ മുണ്ട് പുതച്ചിട്ട് കിടന്നവരാ നമ്മളൊക്കെ. അന്ന് ഡബിളൊന്നുമില്ല, ആകെ ഉള്ളത് അടുക്കളയും ഒരൊറ്റ റൂം. എല്ലാം അതിനകത്ത്, തീറ്റിയാണെങ്കിലും കുടിയാണെങ്കിലും നിസ്കാരാണെങ്കിലും എല്ലാം അതിനകത്ത്. പക്ഷെ ആ വീട്ടിൽ സമാധാനം ഉണ്ടോ? എന്നാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഈ വെമ്പായത്ത് 2 നിലയുള്ള വീട് വെച്ചിട്ടുണ്ട്. നിന്റെ ആ കുടിലിൽ നിനക്ക് കിട്ടിയ സന്തോഷവും സമാധാനവും ഈ വീട്ടിനകത്തുണ്ടോ? ഇല്ലടോ, അതിനകത്തില്ല. എന്തുകൊണ്ട്? കാലം മാറിയത് കൊണ്ടൊന്നുമല്ല, അതിനൊരു കാരണമുണ്ട് സഹോദരിമാരെ, പഠിക്കണം. കാരണം പണ്ട് നിന്റെ ഉമ്മ മഗ്രിബിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളുവെടുത്തിട്ടിരിക്കും. ഉളുവെടുത്തിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് മഗ്രിബിന് വാങ്ക്. പണ്ടൊക്കെ പള്ളികളിൽ പറയായിരുന്നു, മുത്തല്ലിങ്ങൾ വരുന്ന പറയണം. ഇപ്പൊ ഒന്നുമില്ല. ഉമ്മ ഈ ദിക്ർ പറയും. മഗ്രിബ് നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു ഉമ്മ നിസ്കരിക്കും, സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഉമ്മ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുർ റഹ്മാൻ, സൂറത്തു സജദ, സൂറത്തു യാസീൻ, ഇശാ വരെ ആ ഉമ്മ ആ നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ഈ സൂറത്തുകൾ പാരായണം ചെയ്യുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.